നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ്. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് തകർന്നു. തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ വായന കളരിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ് ആവശ്യപ്പെട്ടു. ജില്ലയുടെ തീരദേശ മേഖലയിൽ അവയവ കച്ചവടം നടത്തുന്ന മാഫിയ പിടിമുറുക്കിയിരിക്കുന്നതായി തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പാവപ്പെട്ട മനുഷ്യരുടെ ദാരിദ്ര്യാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന അവയവ മാഫിയ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു. ഇത്തരം ആളുകളുടെ കൈകളിൽ കൂടുതൽ അകപ്പെടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് എന്നതും ഏറെ ആശങ്കയോടെ കാണേണ്ട കാര്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ അവയവ മാഫിയ നടത്തുന്ന വലിയ ചൂഷണത്തെ സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഹിതേഷ് ശങ്കറിന്റെ വെളിപ്പെടുത്തലും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കേരള കൗമുദി പത്രത്തിൽ വന്ന വാർത്തകളും വലിയ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി ഇത്തരം മാഫിയകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പാവപ്പെട്ടവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ കച്ചവടത്തെ കർശനമായി തടയാൻ നമുക്ക് ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തി ഈ മാഫിയ പ്രവർത്തനത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ വീടിന് നാശനഷ്ടം. പെരിഞ്ഞനം ആറാട്ടുകടവ് ബീച്ച് പള്ളായി പ്രഹ്ലാദന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കാറ്റിൽ പറമ്പിലെ തെങ്ങ് വീടിന്റെ ഓടിട്ട ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. സംഭവ സമയം വീട്ടുകാർ വീടിന്റെ മറ്റൊരു ഭാഗത്തായതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. കണ്ടശാങ്കട ഇടവകയിലെ പടിയം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന, പ്രസുദേന്തി വാഴ്ച എന്നിവ നടത്തി. ഫാദർ അജിത് ചിറ്റിലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, നൊവേന, തിരുനാൾ സന്ദേശം, നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമ്മൽ, കമ്മിറ്റി പ്രസിഡന്റ് അരുൺ ആന്റണി, സെക്രട്ടറി CO ജിൻഡോ, ട്രഷറർ ഡൊമിനിക് സാവിയോ, വൈസ് പ്രസിഡന്റുമാരായ TJ വിൻസെന്റ്, വർക്കി ചാലിശ്ശേരി, ജോയിന്റ് സെക്രട്ടറിമാരായ സിജോ റോക്കി, ലിറ്റി റാഫേൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ AV ഡേവിസ്, ജോയിന്റ് കൺവീനർ P വർഗീസ്, ഇടവക കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ വേദാധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർലിയോ പാപ്പാക്യം, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആഫിൻ മെത്രാപ്പൊലീത്താക്യം, ഞങ്ങളുടെ ദക്ഷിണ പിതാവുമായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്താക്യം, മറ്റെല്ലാ മെത്രാന്മാർക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തളികുളം പബ്ലിക് ലൈബ്രറിയിൽ വായനകളരിക്ക് തുടക്കം കുറിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എൻ മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ആദ്യ ദിവസം മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം, ലഹരിയുടെ കരങ്ങളിൽ നിന്നും കുട്ടികളെ വായനയിലൂടെ എങ്ങനെ രക്ഷിക്കാം എന്ന വിഷയത്തിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ക്ലാസ് എടുത്തു. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജില ഗിരി മുഖ്യാതിഥിയായിരുന്നു. വാസൻ കോഴിപ്പറമ്പിൽ, ഗീതാ വിനോദൻ, ശശി വല്ലത്ത്, മോഹനൻ സി കെ, ശ്രീനിവാസൻ, എ കെ വാസൻ, സുരേഷ് പണിക്കശ്ശേരി, ഷിൽജ ദീപരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ ക്വിസ് മത്സരങ്ങൾ, പ്രസംഗ പരിശീലനം, വായന പരിശീലനം, പഠനയാത്ര, പക്ഷി നിരീക്ഷണം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ കരാട്ടെ സെൽഫ് ഡിഫൻസ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സജിനി മുരളി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ചീതു ഷെറിൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക CJ ജെന്നി ആമുഖ പ്രസംഗം നടത്തി. കരാട്ടെ ഇൻസ്ട്രക്ടർ മധു വിശ്വനാഥ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ രക്ഷിതാക്കൾ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. അതുപോലെ തന്നെ നമുക്ക് മധുസാറിനെ അറിയാത്തതെല്ലാം നാട്ടികയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്നെ വളരെയധികം ശ്രദ്ധ ഉള്ളൊരു കോച്ചിങ് കൊടുക്കുന്ന ഒരു മാഷാണ്. എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, ആള് നമ്മുടെ നാട്ടിൽ കേരളത്തിലെത്തി ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിന് പോയിരുന്നത് മധുസാറിൻ്റെ അടുത്താണ്. അന്ന് എൻ്റെ ഞാൻ കഴിഞ്ഞ അവസരം തന്നെ എനിക്ക് മധുസാറിനെ കുറിച്ച് അറിയാം. ആള് ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ ഒരു എക്സ്പീരിയൻസ് മാഷിനുണ്ട് ഇതിൽ നമുക്ക് പറഞ്ഞു തരാനുള്ള. അതുകൊണ്ട് തന്നെ ആ മാഷൊക്കെ ഇങ്ങനെ കുട്ടികളിലേക്ക്, കുറച്ച് കുട്ടികളായാൽ പോലും അവരിലേക്ക് ഇതെത്തുമ്പോൾ, അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രചോദനം, അതിൽ നിന്ന് തന്നെ അടുത്തൊരു ക്ലാസ് വരുമ്പോൾ അമ്മമാർ. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് BJP നാട്ടിക മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുസ്തക വിതരണവും മികച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മഹിളാ മോർച്ച നാട്ടിക മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് രഹന ബിനീഷ് അധ്യക്ഷയായി. സെക്രട്ടറി അനുപമ ഗോപാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ടീച്ചർ, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ, വൈസ് പ്രസിഡന്റ് ജ്യോതിദാസ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ മുരളി തോട്ടുപുര, മനോജ്, സുമി, സാന്ദ്ര എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പ്രാഥമിക ഹെൽത്ത് സെന്ററിലെ പ്രിയ സിസ്റ്ററെ ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് 1ാം സ്ഥാനം നേടിയ നിരഞ്ജൻ ശ്രീലക്ഷ്മി, ഗിന്നസ് വേൾഡ് റെക്കോർഡ് താരം സിയാൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പാട്ടുകളായിട്ടും കളികളായിട്ടും ചിലർ ഡ്രോയിങ് പഠിക്കാൻ പോയിട്ടുണ്ടാവും, നീന്തൽ പഠിക്കാൻ പോയിട്ടുണ്ടാവും. ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ നീന്തൽ വനിതകൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് സൗജന്യ നീന്തൽ പരിശീലനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടത്തി ഓരോരുത്തർ അവരവരുടെ സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങളല്ലേ, ഏറ്റവും വിലപ്പെട്ട സമയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമായിരിക്കും അല്ലേ. ഏകദേശം നിങ്ങൾ കുഞ്ഞു മക്കളേക്കാൾ കൂടുതലൊരു ഹൈസ്കൂൾ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകൾ, അവരോടൊപ്പം ഉള്ള പഠനം, കോമ്പറ്റീഷനോട് കൂടിയുള്ള പഠനം, നിനക്ക് മാർക്ക് കൂടി എനിക്ക് മാർക്ക് കൂടി എന്ന് കോമ്പറ്റീഷൻ. ആകെ പഠനത്തിൽ മാത്രമാണ് കേട്ടോ നമുക്ക് കോമ്പറ്റീഷൻ വേണ്ടത് അല്ലേ. നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻ ആകെ വേണ്ട സമയം പഠനത്തിൽ മാത്രം. ഇടവേള.
Manappuram Geeta Ravi Public School. The joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഹെഡ് ഓഫീസിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചു. നിയുക്ത നാട്ടിക MLA ഗീതാ ഗോപി സ്റ്റുഡൻസ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. നാട്ടികയുടെ തീരദേശ മേഖലയിലെ കഴിഞ്ഞ 2 ടേമിലായി 10 വർഷമായി MLA ആയതിനു ശേഷം തിരിച്ച് 3ാം തവണ ഈ മണ്ഡലത്തിൻ്റെ MLA ആയി ജനവിധി തേടിയതിനു ശേഷം ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു സാംസ്കാരിക പരിപാടിയാണ് ഈ പരിപാടി. കാരണം ഔദ്യോഗികമായിട്ടുള്ള ഒരു ചുമതല ഏറ്റെടുക്കുന്നത് ജനാധിപത്യത്തിൽ
MLA എന്ന ആ ഉത്തരവാദിത്വം ഒരു സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊണ്ടാണ്. അതിനുശേഷമാണ് ഔദ്യോഗികമായിട്ടുള്ള പൊതുപരിപാടികളൊക്കെ നമ്മളെല്ലാവരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സമയം നീളുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളുമായി ക്ഷണിക്കാൻ നാട്ടിലെ ജനങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യുമെന്നുള്ളൊരാശയം കണ്ടാണ്. പക്ഷെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു തീരദേശത്തെ ഏറ്റവും നല്ലൊരു സാംസ്കാരിക പരിപാടി തന്നെയാണ് ഇതെന്ന്. കാരണം നമ്മുടെ മേഖല മത്സ്യബന്ധന മേഖലയാണ്. തീരദേശത്തെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അതിജീവിക്കുന്ന ഈ പ്രദേശത്ത് സഹകരണ ബാങ്കിൻ്റെ റൂറൽ സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ 4 സ്റ്റുഡൻസ് മാർക്കറ്റിംഗ് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുറന്ന് പ്രവർത്തിച്ചത്. സമയബന്ധിതമായി സ്കൂൾ ഓപ്പണിംഗ് സമയം വന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പേരൻസിൻ്റെ ഒക്കെ നെഞ്ചിൽ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ, ബാഗ്, കൊട, റെയിൻകോട്ട്, എല്ലാ ഇൻസ്ട്രുമെൻറ്റും നമുക്കറിയാലോ. സ്കൂളുകളിലേക്ക് ഒരുങ്ങുന്ന ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെയും അമ്മമാരുടെയും ഒക്കെ ടെൻഷൻ, അതിനൊക്കെ അതിജീവിക്കാൻ സഹകരണ മേഖലയിൽ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ആദ്യ വിൽപ്പന വലപ്പാട് AEO KV അമ്പിളി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമൽ T പ്രേമൻ, തളുകുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാമില സലീം, എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശോഭ സുബിൻ, കരയാമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ EP അജയ് ഘോഷ്, രാജൻ പട്ടാട്ട്, NK മുഹമ്മദ് അലി, ധനീഷ് മടത്തിപ്പറമ്പിൽ, CDS ചെയർപേഴ്സൺ പ്രിയ സുനിൽകുമാർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, സെക്രട്ടറി ഇൻചാർജ് KR ധർമ്മജ എന്നിവർ സംസാരിച്ചു. പൊതുവിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പഠനോപകരണങ്ങൾക്ക് വിപണി വിലയേക്കാൾ 50% വരെ യഥാർത്ഥ വിലക്കുറവിലാണ് റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പെരിഞ്ഞനം, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലും റൂറൽ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ചന്ദ്രാപിന്നി ഹൈസ്കൂളിന് സമീപം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മാഷ് വ്യാഴാഴ്ച സ്റ്റുഡൻസ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യും. ചേറ്റുവ ഫിനിക്സ് മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നഴ്സസ് ദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു. ഫിനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്റർനാഷണൽ നഴ്സസ് ഡേ നമ്മൾ സമുചിതമായിലൂടെ ആചരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ നഴ്സസ് സൂപ്രണ്ട് സൂചിപ്പിച്ച പോലെ ഫ്ലോറൻസ് മീറ്റിംഗിന്റെ 10ാം ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് നഴ്സസ് ദിനാചരണം ലോകമെമ്പാടും ആചരിക്കുന്നത്. ആധുനിക നഴ്സിംഗ്, ആ നഴ്സിംഗ് പരിചരണം ഇന്നത്തെ നിലയ്ക്ക് കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ള ഫ്ലോറൻസ് മീറ്റിംഗാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ മരണം വരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള രോഗി പരിചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് നഴ്സുമാർ. നഴ്സുമാർക്കുള്ള അനുമോദനം ഡോക്ടർ സുജാത M നിർവഹിച്ചു. ഫിനിക്സ് മെഡിസിറ്റി അഡ്മിനിസ്ട്രേറ്റർ അഭിലാഷ് K, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ത്രിദീപ് സാഗർ, നഴ്സിംഗ് സൂപ്രണ്ട് സാനി ഫ്രാൻസിസ്, അപർണ എന്നിവർ സംസാരിച്ചു. ആയിഷ സിയാന, ഹെന്ന KS, രമ്യ KA, ദൃശ്യ VK തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നഴ്സുമാരെ ആദരിക്കൽ ചടങ്ങ് നടന്നു. എല്ലാ വർഷവും മാർച്ച് 11-ാം തീയതി ഇന്റർനാഷണൽ നഴ്സിംഗ് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നഴ്സസ് ഡേ ആചരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ നഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്നതിൽ വെറുതെയല്ല. കാരണം അവരുടെ പ്രവൃത്തിയും സഹകരണം കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പേര് പ്രധാനമായിട്ടും കാര്യം. ആരോഗ്യ മേഖലയിലെ ഒരു നട്ടല് എന്ന് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ഒരു വലിയ നക്ഷത്രം എന്ന് തന്നെ നമുക്ക് നഴ്സുമാരെ നമുക്ക് ഈ അവസരത്തിൽ നമുക്ക് വിശേഷിക്കാൻ സാധിക്കും. വലപ്പാട് മുത്തങ്ങാടി റെസിഡൻസ് അസോസിയേഷന്റെ 4ാം വാർഷികം ആഘോഷിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. VMRA പ്രസിഡന്റ് സീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നസീമ ബഷീർ സംസാരിച്ചു. സെക്രട്ടറി ബാബു PS, ട്രഷറർ ഫ്രാൻസിസ് വാഴപ്പള്ളി,
മീനാകുമാരി, അക്ഷയ രാജേഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഫ്രാൻസിസ് വാഴപ്പള്ളി പ്രസിഡന്റ്, സുനിൽ ദത്ത് തണ്ടാശ്ശേരി, ജോർജ് വടക്കൂട്ട് വൈസ് പ്രസിഡന്റുമാർ, സീന ചന്ദ്രൻ സെക്രട്ടറി, ബാബു PS ഉണ്ണികൃഷ്ണൻ MG ജോയിന്റ് സെക്രട്ടറിമാർ, മീനാകുമാരി ട്രഷറർ, അക്ഷയ രാജേഷ് ഓഡിറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു. യോഗാനന്തരം കുട്ടികളുടെ കലാപരിപാടികളും തിരുവഴഞ്ചേരി ശ്രീ പാർവതി സംഘത്തിന്റെ വീരനാട്യവും അരങ്ങേറി. ജാഗ്രതയാണല്ലോ പ്രധാനം. ജാഗ്രത കൂട്ടായ്മകളൊക്കെയാണ് നമുക്ക് വേണ്ടത് അല്ലേ? നമ്മുടെ മതിലുകളൊക്കെ പണിതുകൊണ്ട് നമുക്കൊക്കെ അകലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉള്ളൊരു കാരണം. പണ്ടൊക്കെ എന്താണ് മതിലുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ അല്ലേ, നടവഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എല്ലാവരും തമ്മിൽ വലിയൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധങ്ങളായിരുന്നു നമുക്ക് അല്ലേ? നമ്മൾ ചക്ക അങ്ങോട്ട് കൊടുക്കുമ്പോൾ മാങ്ങ ഇങ്ങോട്ട് വരും അല്ലേ? എന്തൊരു രസകരമായ അല്ലേ? നമ്മൾ ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുളക് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങും. നമ്മളൊന്നും അതാത് സമയത്ത് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ഒരു കാലത്തിലേക്കൊക്കെ നമുക്ക് തിരിച്ചു പോകണ്ടേ? അങ്ങനെ ഒരു തിരിച്ചുപോക്ക് സാധ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം പുതിയ കാലത്തിന് അനുസരിക്കുന്ന വിധത്തിൽ നമുക്ക് ഒരുപാട് സ്നേഹ കൂട്ടായ്മകൾ, പരസ്പര സഹായങ്ങൾ, മറ്റുള്ളവരുടെ ദുഃഖം നമുക്ക് ഷെയർ ചെയ്യാൻ, അവൻ്റെ സന്തോഷം നമുക്ക് പങ്കുവയ്ക്കാൻ, അതുപോലെ തന്നെ അവൻ്റെ ദുഃഖത്തിലൊക്കെ തന്നെ പങ്കെടുക്കാനും അവനെ സഹായിക്കാനൊക്കെ നമുക്ക് കഴിയുന്നുണ്ട്. സ്റ്റേഷൻ റൗഡികളും നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളുമായ വലപ്പാട് വട്ടപ്പരത്തി കണ്ണമ്പറമ്പിൽ വീട്ടിൽ സുരമോൻ എന്ന നിഖിൽ, വലപ്പാട് വട്ടപ്പരത്തി കാരേപ്പറമ്പിൽ കണ്ണപ്പൻ എന്ന ജിതിൻ എന്നിവരെ കാപ്പ ചുമത്തി നാടുകടത്തി. നിഖിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 3 വധശ്രമ കേസും 7 അടിപിടി കേസും വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ഒരു കേസും അടക്കം 13 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ജിതിൻ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 4 വധശ്രമ കേസും 5 അടിപിടി കേസും വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ഒരു കേസും അടക്കം 15 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ A അനിൽകുമാർ, GSI ഹരി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുബി എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻ ഉപാധ്യക്ഷനുമായിരുന്ന കൊച്ചത്ത് വീട്ടിൽ കുമാരൻ മകൻ KK പ്രദീപ് കുമാർ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയവേ ബുധനാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ചെത്തുതൊഴിലാളിയായിരുന്ന പ്രദീപ് കുമാർ അന്തിക്കാട് പടിഞ്ഞാറൻ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു. AITUC ചെത്തുതൊഴിലാളി യൂണിയൻ അംഗവുമാണ്. വൈകിട്ട് അന്തിക്കാട് വലിയ വരമ്പിലെ വസതിയിലെത്തിച്ച മൃതദേഹത്തിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KM കിഷോർ കുമാർ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CK കൃഷ്ണകുമാർ, വൈശാഖ് അന്തിക്കാട്, CPI നേതാക്കളായ ജ്യോതിലക്ഷ്മി, സാജൻ കൂട്ടാല എന്നിവർ ചേർന്ന് ആദരസൂചകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതാക പുതപ്പിച്ചു. AITUC സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി KP രാജേന്ദ്രൻ, നിയുക്ത നാട്ടിക MLA ഗീതാ ഗോപി, CN ജയദേവൻ, കിസാൻ സഭ ജില്ലാ കൗൺസിലിനു വേണ്ടി KK രാജേന്ദ്ര ബാബു, BKMU ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാമ്പറമ്പിൽ, VR മനോജ്, KK ജോബി, ചെത്തുതൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് CR മുരളീധരൻ തുടങ്ങി പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും നേതാക്കൾ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വ്യാഴാഴ്ച 11 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. തുടർന്ന് 11:30 വലിയ വരമ്പിൽ സർവകക്ഷി അനുസ്മരണം നടക്കും. ഭാര്യ ഗീത, മക്കൾ ദീപ്തി, ദിവ്യ, ധന്യ, മരുമക്കൾ റിനീഷ്, സുബിൻ, നിഖിൽ. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപിക തളിക്കുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം പട്ടാലി കമല അന്തരിച്ചു. 88 വയസ്സായിരുന്നു. പരേതയുടെ കണ്ണുകൾ ദാനം ചെയ്തു. ഭർത്താവ് റിട്ടയർഡ് AEO പരേതനായ TK രാജൻ, മകൻ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന പരേതനായ സലീം രാജ്, മരുമകൾ പരേതയായ പ്രേംജിഷ. സംസ്കാരം ബുധനാഴ്ച 11 വീട്ടുവളപ്പിൽ നടന്നു. അന്തിക്കാട് പാന്തോട് കിഴക്ക് കാട്ടുകണ്ടി കുഞ്ഞാപ്പു മകൻ ഭക്തവത്സലം നിര്യാതനായി. 73 വയസ്സായിരുന്നു. തൃശൂരിലെ ശ്രീസായി ട്രാവൽസ് ഉടമയാണ്. ഭാര്യ പ്രഭ, മക്കൾ സായി വിശാൽ, സായി വന്ദന, മരുമകൾ അഞ്ജു, വിജയൻ, വിനീത് K. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 3 വീട്ടുവളപ്പിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീരദേശത്തെ അവയവ കച്ചവട മാഫിയയ്ക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്ന് നിയുക്ത കയ്പമംഗലം MLA KK വത്സരാജ്. പെരിഞ്ഞനത്ത് കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് തകർന്നു. തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ വായന കളരിക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.